ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ എല്ലാം കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പേപ്പറും പേനയും എടുക്കുക. ചോദ്യങ്ങൾ വായിച്ച് ഓപ്ഷൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ആൻസർ തന്നെയാണോ കറക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്നതും പഠിക്കുന്നതും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഉറച്ചു, ഓപ്ഷൻസ് കാണുമ്പോൾ സംശയങ്ങൾ വരുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാൻ നല്ലതാണ്. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചുമ്മാ കണ്ടങ്ങനെ വിട്ടിട്ട് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് മേ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് മേ ബി. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ ഓഫ് ദിസ്. ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻസ് ഒന്നും കൂടി വായിക്കാം. ദ ചീഫ് എക്സിക്യൂട്ടീവ് മേ ബി. ചീഫ് എക്സിക്യൂട്ടീവ് ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് മേ ബി എന്താണ്? എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അതോ ഓൾ ഓഫ് ദീസ് ആണോ എന്നാണ് ആൻസർ. അപ്പോൾ ചിന്തിച്ചൊന്ന് ഉത്തരം എഴുതൂ. അപ്പോൾ ഉത്തരം നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ് ഉത്തരമായി വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരമായി വരുന്നത് കേട്ടോ. ഓൾ ഓഫ് ദീസ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ആരായിരിക്കും? എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം, ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഡെഫിനിഷൻ ഓഫ് എ ആൻ എംപ്ലോയി ഓഫ് എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്രയാവാം കേട്ടോ. അതാണ് ഓൾ ഓഫ് ദിസ് എന്ന് ഉത്തരമായി വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഡെഫിനിഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട ഏതാണ്? എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഏതാണ്? അപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് അവസാനം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാർക്കുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെങ്കിലും അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അല്ലേ. സിമ്പിളായ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതുക്കെ നമുക്ക് ഹാർഡായ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും എഴുതി നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കേട്ടോ. ഡെഫിനിഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത്. Definition of a cooperative society deals with the option A, section 2 subsection G, B subsection 2F ആണ്, C section 2H ആണ്, D section 2E ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം എന്ന് നിങ്ങളൊന്ന് എഴുതൂ കേട്ടോ. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം B ആണ് കേട്ടോ. സെക്ഷൻ 2F ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത് എന്താണ്? സെക്ഷൻ 2F ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ബൈ ദ ഗവൺമെൻറ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഓപ്ഷൻ വായിക്കാം. 1 lakh, 10 lakh, 5 lakh, 50,000. ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം. 1 lakh, 10 lakh, 5 lakh, 50,000. ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. എത്രയാണ് ഉത്തരം? 5 lakh ആണ് അല്ലേ. 5 lakh ആണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഗവൺമെൻറ്റിൻ്റെ. 5 lakh ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പി കാർഡ് ബാങ്ക്. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പി കാർഡ് ബാങ്ക് ഏതാണ്? മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണോ, 1 or more than 1 താലൂക്ക് ആണോ, 1 താലൂക്ക് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എഴുതിയില്ലേ? ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പി കാർഡ് ബാങ്ക് ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണ് ഉത്തരം? C ആണ് ഉത്തരം അല്ലേ. 1 താലൂക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. 1 താലൂക്ക്. പി കാർഡ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? 1 താലൂക്കാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, സ്പെഷ്യൽ ഓഫീസർ ഷുഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. സ്പെഷ്യൽ ഓഫീസർ ആരിൽ കുറയാൻ പാടില്ല, ഏത് റാങ്കിൽ കുറയാൻ പാടില്ല എന്നാണ് ലോയിൽ പറയുന്നതെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ഡെഫിനിഷൻസുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഡെഫിനിഷൻസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ. അത് ജസ്റ്റ് കാണുക, കണ്ട് മനസ്സിലാക്കാൻ നോട്ട് എഴുതിയെടുക്കുക.
സ്പെഷ്യൽ ഓഫീസർ ഷുഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആണോ, അഡീഷണൽ ഡയറക്ടർ ആണോ, അഡീഷണൽ രജിസ്ട്രാർ ആണോ? ആരാണ് സ്പെഷ്യൽ ഓഫീസർ ആകേണ്ടത് എന്നാണ് ചോദ്യം. നിങ്ങൾ ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം എന്താണ്? അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൽ കുറയാത്ത ആളായിരിക്കണം സ്പെഷ്യൽ ഓഫീസർ എന്നാണ് ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട് ബട്ട് നോട്ട് ദ whole of the state as its area of operation. Dash means a society having jurisdiction one or more revenue district but not the whole of the state as its area of operation. Options വായിക്കാം. അപ്പെക്സ് സൊസൈറ്റി, ബി സെൻട്രൽ സൊസൈറ്റി, സി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഡി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ബി ആണ് ഉത്തരമായി വരുന്നത്. സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്ട് ബട്ട് നോട്ട് ദ whole of the state as its area of operation എന്നാണ് ചോദ്യം കേട്ടോ. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഡാഷ് മീൻസ് ദ പേഴ്സൺ ഹു ഹോൾഡ്സ് ദ ഡിഗ്രി ഓർ ലീഗൽ അസൈനി ഓഫ് ദ ഡിഗ്രി. ഓപ്ഷൻസ് വായിക്കാം. എ ഡിഫൻഡൻറ്റ്, ബി റെസ്പോണ്ടൻറ്റ്, സി പ്ലെയിൻറ്റിഫ്, ഡി നൺ ഓഫ് ദിസ്. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഡാഷ് മീൻസ് ദ പേഴ്സൺ ഹു ഹോൾഡ്സ് ദ ഡിഗ്രി ഓർ ലീഗൽ അസൈനീസ് ഓഫ് ദ ഡിഗ്രി. ഓപ്ഷൻ എ ഡിഫൻഡൻറ്റ്, ഓപ്ഷൻ ബി റെസ്പോണ്ടൻറ്റ്, ഓപ്ഷൻ സി പ്ലെയിൻറ്റിഫ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എഴുതിയെന്ന് വിചാരിക്കണോ കേട്ടോ. 7C പ്ലെയിൻറ്റിഫാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക, ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഇൻ എ സൊസൈറ്റി ഈസ്. ഓപ്ഷൻ എ രജിസ്റ്റർ എ സൊസൈറ്റി, ഓപ്ഷൻ ബി പ്രിസൈഡിംഗ് ഓഫീസർ, ഓപ്ഷൻ സി കണ്ടക്ട് എൻക്വയറി, ഓപ്ഷൻ ഡി കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ. ഓക്കെ, ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഇൻ എ സൊസൈറ്റി ഈസ് എ രജിസ്റ്റർ എ സൊസൈറ്റി, ബി പ്രിസൈഡിംഗ് ഓഫീസർ, സി കണ്ടക്ട് എൻക്വയറി, ഡി കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ. കേട്ടോ, ഏതാണ് ഉത്തരം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറി ചെക്ക് ചെയ്യുക, എഴുതുക. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിലാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Such portion of the reserve fund, other funds, paid up share capital, loans and deposits received by a society and debentures issued by a society as have not been invested in building and other fixed asset is called. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സച്ച് പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി ആസ് ഹാവ് നോട്ട് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിംഗ് ആൻഡ് അതർ ഫിക്സഡ് അസറ്റ്സ് ഈസ് കോൾഡ്. ക്യാപിറ്റൽ, ബി വർക്കിംഗ് ക്യാപിറ്റൽ, സി വർക്കിംഗ് ഫണ്ട്, ഡി ഓൺ ഫണ്ട്. ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം എഴുതൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാപിറ്റലാണോ, വർക്കിംഗ് ക്യാപിറ്റലാണോ, വർക്കിംഗ് ഫണ്ടാണോ, ഓൺ ഫണ്ടാണോ? ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ് കേട്ടോ. ഓക്കെ. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദ കേഡർ ഓഫ് രജിസ്ട്രാർ ഷുഡ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ IAS ഓഫീസർ? Which committee recommended that the cadre of registrar should not below the rank of an IAS officer? McLagan Committee, S.T. Misra Committee, H. Calvert Committee, V.L. Mehta Committee. ആരാണ് റെക്കമെൻഡ് ചെയ്തത് IAS ഓഫീസർ ആവണമെന്ന്? രജിസ്ട്രാർ പദവി വഹിക്കുന്ന IAS ഓഫീസർ ഉദ്യോഗസ്ഥനാണ്. അത് ആരാണ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദ്യം കേട്ടോ. 10ാമത്തെ ചോദ്യമാണ്. ഉത്തരം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡി ആണ് ഉത്തരം. VL മെഹത്തയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ QC. QC സ്പെഷ്യൽ ഓഫീസർ മീൻസ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ. ചോദ്യം ഒന്നും കൂടി വായിക്കാം. ആസ് പെർ സെക്ഷൻ 2 QC സ്പെഷ്യൽ ഓഫീസർ മീൻസ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ് അപ്പോയിൻറ്റഡ് ബൈ ദി രജിസ്ട്രാർ. സ്പെഷ്യൽ ഓഫീസർ ഏത് റാങ്കിന് താഴെ ആവാൻ പാടില്ല എന്നാണ് പറയണത്. ഓപ്ഷൻ എ അഡീഷണൽ രജിസ്ട്രാർ, ഓപ്ഷൻ ബി ജോയിൻറ്റ് രജിസ്ട്രാർ, ഓപ്ഷൻ സി ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. ഉത്തരം എഴുതിക്കോളൂ.
ഉത്തരം പറയാം. ഡി, അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് ഉത്തരം. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെക്ഷൻസുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെക്ക് ചെയ്യുക. എല്ലാ സെക്ഷൻസും മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെസിഫൈ ദ അപ്പീൽ ഫീസ് to be remitted by the aggrieved person against the rejection of application for registration of a cooperative society by registrar. ഓപ്ഷൻസ് 5000, 4000, 3000, 2000. ഏതാണെന്ന് ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ സ്പെസിഫൈ ദ അപ്പീൽ ഫീസ് ടു ബി റെമിറ്റഡ് ബൈ ദ അഗ്രീവ്ഡ് പേഴ്സൺ. അഗ്രീവ്ഡ് പേഴ്സൺ റെമിറ്റ് ചെയ്യുന്ന അപ്പീൽ ഫീസ് കേട്ടോ. എന്തിനെതിരെ? റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ രജിസ്ട്രാർ. റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ രജിസ്ട്രാർ. അതുമായി ബന്ധപ്പെട്ട ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആർക്കാണ് ഈ റിജക്ഷനുള്ള ആർക്കാണ് പരാതി കൊടുക്കുക, അത് എത്ര രൂപയാണെന്ന് നമ്മൾ റൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉത്തരം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എത്രയാണ്? 5000 രൂപയാണ് കേട്ടോ അടയ്ക്കേണ്ടത്. 5000 രൂപയാണ്. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മൊത്തം പ്രീവിയസ് ഇയർ ആണ്. നമ്മൾ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. നമ്മളെടുത്ത ടോപ്പിക്കുമായി കമ്പയർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതേ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റവും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ മാറിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. Next question. A society shall receive deposits and loans only to such extent and under such conditions as may be prescribed or as may be specified in the dash. വരി അങ്ങനെയാണ് ലോയിലുള്ളത്. A society shall receive deposits and loans only to such extent and under such conditions as may be prescribed or as may be specified in the dash. അപ്പോൾ ഓപ്ഷൻ വായിക്കാം. എ ബൈലോ, ബി ആക്ട്, സി റൂൾസ്, ഡി നൺ ഓഫ് ദിസ്. ആൻസർ കിട്ടി കാണുമല്ലേ? ആൻസർ എന്താണ്? ബൈലോ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് റിവ്യൂ പെറ്റീഷൻ ബിഫോർ ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഷോൾ ബി ഇൻ ഫോം നമ്പർ. അപ്പോൾ നമ്മൾ ഫോംസ് പഠിക്കണം എന്ന് പറയുമ്പോൾ ഫോംസ് ഒന്നും ചോദിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഫോംസൊക്കെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ ഫോം നമ്പറുമായി ബന്ധപ്പെട്ടല്ലേ. പക്ഷേ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതാണ് ഇതെല്ലാം. എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ മിസ് ചെയ്യാതെ കിട്ടും. അപ്പോൾ നോക്കി വെച്ച് പഠിക്കാം കേട്ടോ. അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് റിവ്യൂ പെറ്റീഷൻ ബിഫോർ ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഷാൾ ബി ഇൻ ഫോം നമ്പർ ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 14, 15, 16, 17. ഓക്കെ, ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം പറയുകയാണ്. സി ആണ്, 16ലാണ് കേട്ടോ. ഫോം നമ്പർ 16ലാണ്. ഫോമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റൂളുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കാണുക. ഓക്കെ. When did KCS Act came into force on? അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അത് പ്രത്യേകിച്ച് ഓപ്ഷൻസ് പറയേണ്ട കാര്യം കൂടി ഇല്ല. 12 മെയ് 1969, 15 മെയ് 1969, 12 ജൂലൈ 1969, 15 ജൂലൈ 1969. അപ്പോൾ അതിന് സമയം തരേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. 15/5/1969. അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിമിറ്റഡ് ടു ദെയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ലിമിറ്റഡ് ടു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ലിമിറ്റഡ് ടു ദ ഡെപ്റ്റ്സ് ഓഫ് ദ സൊസൈറ്റി, ലിമിറ്റഡ് ടു ദെയർ ഡെപ്പോസിറ്റ്. എങ്ങനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്? മെമ്പേഴ്സിൻ്റെ. അപ്പോൾ ഓപ്ഷൻസ് നോക്കി എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്? എ ആണ് കേട്ടോ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി തീരുമാനിക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ്? ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റീറ്റെയിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത്? കോർപ്പറേറ്റ് ടേം ലോൺ ആണോ, ഹോം ലോൺ ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ആണോ, എക്സ്പോർട്ട് ക്രെഡിറ്റ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതാണ് റീറ്റെയിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത്? ഏതാണ്? ഹോം ലോൺ ആണ് റീറ്റെയിൽ ബാങ്കുമായി ബന്ധപ്പെട്ടത്. ഹോം ലോൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കാറ്റഗറി ഉണ്ട്. റീറ്റെയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പെടും എന്തൊക്കെ പെടില്ല എന്ന് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. The procedure regarding the amendment of bylaws is given under rule dash of the KCS Act and rules.
പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. ഏതാണ്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 13. ഏതാണ് ഉത്തരം? ഉത്തരം എന്താണ്? ഉത്തരം 9 കേട്ടോ. റൂൾ 9 അമെൻമെൻറ്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, റൂളാണ് കേട്ടോ, സെക്ഷൻ അല്ല. ദ പ്രൊപ്പോസൽ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഷാൾ ബി മെയ്ഡ് ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ്. അമെൻമെൻറ്റ് ഓഫ് ബൈലോയുടെ പ്രൊപ്പോസൽ ഷാൾ ബി മെയ്ഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ഡാഷ്. പ്രസിഡൻ്റ് ആണോ, സെക്രട്ടറി ആണോ, ജനറൽ ബോഡി ആണോ, സബ് കമ്മിറ്റി ആണോ? ആരാണെന്ന് വേഗം ഉത്തരെഴുതൂ. 19ാമത്തെ ക്വസ്റ്റ്യൻ വേഗം ഉത്തരെഴുതൂ. പ്രസിഡൻറ്റ്, സെക്രട്ടറി, ജനറൽ ബോഡി, സബ് കമ്മിറ്റി. കിട്ടിക്കാണോ അല്ലേ? ജനറൽ ബോഡിയാണ് കേട്ടോ. അടുത്തത്, ആൻ അപ്പീൽ അഗെയിൻസ്റ്റ് ആൻ അവാർഡ് അണ്ടർ സെക്ഷൻ 70 ഈസ് ടു ബി ഫയൽഡ് ബിഫോർ ദ ഡാഷ്. അപ്പീൽ അഗെയിൻസ്റ്റ് ആൻ അവാർഡിനെതിരെയുള്ള അപ്പീൽ ആർക്കാണ് കൊടുക്കുക? അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചാണ്. ഏതാണ്? എ ട്രിബ്യൂണലാണോ, ബി ഗവൺമെൻറ് ആണോ, സി രജിസ്ട്രാർ ആണോ, ആർബിട്രേഷൻ കോർട്ടാണോ? ഉത്തരം പറയാല്ലേ. ട്രിബ്യൂണലിലാണ് 70 പ്രകാരമുള്ളത് അപ്പീൽ കൊടുക്കുന്നത്. ഓക്കെ, 70 പ്രകാരം ട്രിബ്യൂണലാണ് കേട്ടോ. അടുത്തത് ലീഗസി എന്താണെന്ന്. ലീഗസി ഈസ് എ ഡാഷ് റെസിപ്റ്റ്. ഓപ്ഷൻ എ റവന്യൂ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി മിസ്സലേനിയസ്, ഓപ്ഷൻ ഡി ഓപ്പറേറ്റീവ്. ലീഗസി എന്ത് റെസിപ്റ്റാണ്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എഴുതി കാണും അല്ലേ? എ റവന്യൂ ആണോ, ബി ക്യാപിറ്റൽ ആണോ, മിസ്സലേനിയസ് ആണോ, ഓപ്പറേറ്റീവ് ആണോ? ആരാണ് ലീഗസി? എന്താണ് ലീഗസി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലീഗസി? ക്യാപിറ്റൽ റെസിപ്റ്റാണ് കേട്ടോ. സോറി, ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ക്യാപിറ്റൽ റെസിപ്റ്റാണ് ലീഗസി. ക്യാപിറ്റൽ റെസിപ്റ്റാണ് കേട്ടോ, ഓർത്തിരിക്കുക. ക്യാപിറ്റൽ റെസിപ്റ്റാണ് ലീഗസി. എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്. അടുത്തത്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിച്ച് ഈസ് പേയബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. Bill of exchange which is payable after a specified period of time is called option A site bill, option B usance bill, option C demand bill, option D documentary bill. എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ എ സൈറ്റ് ബിൽ, ഓപ്ഷൻ ബി usance bill, ഓപ്ഷൻ സി ഡിമാൻഡ് ബിൽ, ഓപ്ഷൻ ഡി ഡോക്യുമെൻ്ററി ബിൽ. ഏതാണ് ഉത്തരമായി വരുന്നത്? ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കിട്ടിക്കാണും അല്ലേ? കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഉസാൻസ് ബില്ലാണ് കറക്റ്റ് കേട്ടോ. ഉസാൻസ് ബില്ല്, ടൈം ബില്ല്, അതുതന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ട്രേഡ് ട്രാൻസാക്ഷൻ. ട്രേഡ് ട്രാൻസാക്ഷൻ നടക്കാത്തത് വിത്തൗട്ട് എനി ട്രേഡ് ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ട്രേഡ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ട്രേഡ് ബില്ല്, അക്കോമഡേഷൻ ബില്ല്, ചെക്ക്, ഡോക്യുമെൻ്ററി ബില്ല്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉത്തരം മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അക്കോമഡേഷൻ ബില്ല് അല്ല, വിത്തൗട്ട് എനി ട്രേഡ് ട്രാൻസാക്ഷൻ. ട്രേഡ് ബില്ലാകുമ്പോൾ ട്രേഡ് ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, ഡോക്യുമെൻ്ററി ബില്ലിൻ്റെ കൂടെ പിന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. എ ബിൽ ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അതെന്താണെന്ന് അറിയുണ്ടാവും. എളുപ്പമാണ്. ട്രേഡ് ബില്ലാണോ, എസ്ക്രോ ബില്ലാണോ, ഡോക്യുമെൻ്ററി ബില്ലാണോ, അക്കോമഡേഷൻ ബില്ലാണോ? ആൻസർ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ആൻസർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബി ആണ് എസ്ക്രോ ബില്ല് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ത്രൂ മിയർ ഡെലിവറി ഓർ എൻഡോഴ്സ്മെൻറ്റ് ഡെലിവറി ടു എനി പേഴ്സൺ. എന്താണ് അതിൻ്റെ പ്രോസസ്സിന് പറയുന്ന പേര്? ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ത്രൂ മിയർ ഡെലിവറി ഓർ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി ടു എനി പേഴ്സൺ. ഓപ്ഷൻ എ എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി നെഗോഷിയേഷൻ, ഓപ്ഷൻ സി ക്രോസിങ്, ഓപ്ഷൻ ഡി ഒബ്ലിറ്ററേറ്റിംഗ്. എന്താണെന്ന് ഓർത്തിട്ടുണ്ടാവില്ലേ? ഒബ്ലിറ്ററേറ്റിംഗ്, ക്രോസിങ്, നെഗോഷിയേഷൻ, എൻഡോഴ്സ്മെൻറ്റ്, ഇതൊക്കെ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക വേണ്ടു. എളുപ്പമുള്ള സംഭവങ്ങളാണ് അല്ലേ? അപ്പം എന്താണ് ഉത്തരം? നെഗോഷിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒബ്ലിറ്ററേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ക്രോസിങ്ങിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ ഒബ്ലിറ്ററേറ്റിംഗ്. എൻഡോഴ്സ്മെൻറ്റ് പിന്നെ അറിയാം നമുക്ക്, ബാക്കിൽ സൈൻ ചെയ്യണത് അല്ലേ? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഫേസിലോ സൈൻ ചെയ്യണത്. ഡാഷ് ഈസ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് ദ എൻഡോഴ്സർ ലിമിറ്റ്സ് ഓർ ഫ്രീസ് ഹിസ് ലയബിലിറ്റി ഹിംസെൽഫ്. ഇത് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റിലുള്ള പ്രശ്നമാണ്. ഡാഷ് ഈസ് ആൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് ദ എൻഡോഴ്സർ ലിമിറ്റ്സ് ഓർ ഫ്രീസ് ഹിസ് ലയബിലിറ്റി ഹിംസെൽഫ്. ഓപ്ഷൻ എ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി പർപ്പറ എൻഡോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ സി സാൻസ് റീകോസ്, ഓപ്ഷൻ ഡി സാൻസ് ഫ്രൈസ്. ഏതാണ് ആൻസറായിട്ട് വരുന്നത്? നിങ്ങൾ ജസ്റ്റ് വായിച്ച് ഉത്തരം എഴുതുക കേട്ടോ. ഏതാണ്?
കിട്ടിക്കാണും അല്ലേ? സാൻസ് റീകോസ് കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല, ഇംഗ്ലീഷും ഉണ്ട്, കുറച്ച് കറണ്ട് അഫെയർസ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷും ഉണ്ട്, കുറച്ച് കറണ്ട് അഫെയർസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കണം കേട്ടോ. 27ാമത്തെ ആൻറ്റോണിം ഓഫ് അഡ്മയർ. അഡ്മയറിൻ്റെ ആൻറ്റോണിം എന്താണെന്നാണ് ജസ്റ്റ്. എ എന്താണ്? പ്രൈസ്. ബി ഇൻസൾട്ട്. സി ലൈക്ക്. ഡി നൺ ഓഫ് ദിസ്. എന്താണ് ആൻറ്റോണിമിൻ്റെ അഡ്മയർ? അഡ്മയറിൻ്റെ ആൻറ്റോണിമാണ് കേട്ടോ. അഡ്മയറിൻ്റെ ആൻറ്റോണിമാണ്. പ്രൈസ് ആണോ, ഇൻസൾട്ടാണോ, ലൈക്കാണോ? അല്ല, ഇതിലൊന്നിലോ അല്ലേന്ന്. 27 ചോദ്യം നമ്പർ 27. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. 27 എന്താണ്? ഇൻസൾട്ടാണ് കേട്ടോ. ഇൻസൾട്ടാണേ. അടുത്തത് ആൻറ്റിക്കാണ്, സിനോണിമാണ്. ആൻറ്റോണിം അല്ല, സിനോണിമാണ്. എഴുതി നോക്കുക. ന്യൂ, ഓൾഡ്, റൂഡ്, നൺ ഓഫ് ദിസ്. ന്യൂ ആണോ, ഓൾഡ് ആണോ, റൂഡ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏതാണ് ആൻറ്റിക്ക്? ആൻറ്റിക്കിൻ്റെ സിനോണിം എന്താണ്? ഓൾഡ് ആണ് അല്ലേ? ഓക്കെ. ഫൈൻഡ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഡീജുവർ. ഡീജുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടത് തന്നെയാണ്. നിങ്ങൾ ഓടിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പിൽ അംഗമില്ലാത്ത ആൾക്കാർ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവും കേട്ടോ. അവിടെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റണ പോലെ കുറച്ച് തരാറുള്ളൂ, ഒരുപാടൊന്നും തരാറില്ല. നമുക്ക് പറ്റണ പോലെ ഡെയിലി ഇടാറുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഡീജുവർ. ഡീജുവർ എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു ഫാക്ട്സ് ആണോ, അക്കോർഡിംഗ് ടു ലോ ആണോ, ട്രൂത്ത് ആണോ, ഇല്ലീഗൽ ആണോ? 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡീജുവർ എന്ന് വെച്ചാൽ എന്താണ്? അക്കോർഡിംഗ് ടു ലോ ആണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ലോക്കസ് സ്റ്റാൻഡി. എ ലൊക്കേഷൻ. ബി റൈറ്റ് ടു ഇൻ്റർഫിയർ. സി ടൈം. ഡി വേ ടു എൻ്റർ. ഏതാണ് ഉത്തരം? ഏതാണ് ഉത്തരം? ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? റൈറ്റ് ടു ഇൻ്റർഫിയർ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. ദ സെറിമണി വിൽ ബി ഹെൽഡ് എങ്ങനെയാണ്? -9 AM ആൻഡ് 11 PM. ഇവിടെ ഏതാണ് വരിക? ബിറ്റ്വീൻ ആണോ, അറ്റാണോ, ഇന്നാണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാ വരിക? ദ സെറിമണി വിൽ ബി ഹെൽഡ് -9 AM ആൻഡ് 11 PM. ഏതാ വരിക? ഞാൻ പറയൂ, ആലോചിച്ചെഴുതൂ. ബിറ്റ്വീൻ അല്ലേ? ബിറ്റ്വീൻ ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ കറക്റ്റ് ഫോം ഓഫ് ടെൻസ് ആണ്. ദ ചൈൽഡ് സ്ലീപ്പ് നൗ. നൗ വന്നിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് എഴുതുക. സ്ലീപ്സ് ആണോ, സ്ലീപ്പാണോ, ഈ സ്ലീപ്പിംഗ് ആണോ, അതോ ഇവയിലൊന്നുമല്ലേ? 32. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഉത്തരം? ഏതാ ഉത്തരം? ഈസ് സ്ലീപ്പിംഗ്. നൗ വന്ന കാരണമാണ് കേട്ടോ. കീവേഡ് ശ്രദ്ധിക്കുക. 33. ഷീ ഡു ഹെർ ഹോംവർക്ക് എവറി ഡേ. ഓപ്ഷൻ ഡസ്, ഈസ് ഡൂയിങ്, ഡു, നൺ ഓഫ് ദിസ്. 33 ശ്രദ്ധിക്കുക, എഴുതുക. എഴുതിയിട്ടുണ്ടാവും അല്ലേ? എളുപ്പമാണ്, എല്ലാവർക്കും അറിയണതായിരിക്കും കേട്ടോ. ദ ഫാദർ ഹെൽപ്ഡ് ഹിസ് സൺ ഫിനിഷ് ദ ഹോംവർക്ക്. ദ ഫാദർ ഹെൽപ്ഡ് ഹിസ് സൺ ഫിനിഷ് ദ ഹോംവർക്ക് കേട്ടോ. 34. ടു ഫിനിഷ് ആണോ, ഫിനിഷ് ആണോ, ഫോർ ഫിനിഷിംഗ് ആണോ? ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്നറിയാം. ഫിനിഷാണ്. ആൻറ്റോണിം ഓഫ് വോസിഫറസിൻ്റെ ആൻറ്റോണിം എന്താണ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർമർ ആണോ, നാച്ചുറൽ ആണോ, ഫെയിൻ്റ് ആണോ, ബ്ലെയിം ആണോ? വോസിഫറസ്. എന്താണ്? വോസിഫറസ് കേട്ടോ. അപ്പം എന്താണ് വോസിഫറസ്? ഫെയിൻ്റ് ആണേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് GKയുടെ ഭാഗം നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ A ആണോ, വിറ്റാമിൻ D ആണോ, വിറ്റാമിൻ K ആണോ, വിറ്റാമിൻ C ആണോ വെള്ളത്തിൽ ലയിക്കുന്നത് എന്ന് എഴുതുക. 36ാമത്തെ ചോദ്യമാണ്. ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, എളുപ്പമുള്ള സാധനമാണല്ലോ, അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. വിറ്റാമിൻ C ആണ് കേട്ടോ. മറ്റേതൊക്കെ കൊഴുപ്പിൽ ലയിക്കണതാണ് കേട്ടോ. അടുത്തത് മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 12 ജോഡി, 15 ജോഡി, 23 ജോഡി, 18 ജോഡി? ഉത്തരം എഴുതിക്കോളൂ. എഴുതിയിട്ടുണ്ടാവും അല്ലേ? 23 ജോഡിയാണ് കേട്ടോ. മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ഏതാണ്? 23
ജോഡിയാണ്. അടുത്ത ചോദ്യം, ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേത്? ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണോ, ബെറിബറിയാണോ, ഹീമോഫീലിയാണോ, അനീമിയയാണോ? ഏതാ ഉത്തരം? എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഹീമോഫീലിയ കേട്ടോ. ഓക്കെ. അടുത്തത്, രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? രക്തചംക്രമണം കണ്ടുപിടിച്ചത്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? വില്യം ഹാർവേ. ഓക്കെ. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഹൃദയമാണോ, കരളാണോ, വൃക്കയാണോ, ആമാശയാണോ? എവിടെയാ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത്? എവിടെയാ? കിട്ടിയില്ലേ ഉത്തരം? കരളാണ്. കരളിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അമോണിയ ഉണ്ടാക്കുന്നു, പിന്നെ താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, പിത്തരസം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കരളുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. ഇൻറ്റേർണൽ ഓർഗാൻസൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. ഒരു IPL, ഇപ്പോൾ നടന്ന IPL താരലേലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുക ലഭിച്ച ഇന്ത്യൻ താരം ഏതാണ്? KL രാഹുൽ, ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ആരാണ്? കിട്ടിയിട്ടുണ്ടാവില്ലേ ഉത്തരം? KL രാഹുലാണോ, ഋഷഭ് പന്താണോ, വിരാട് കോഹ്ലിയാണോ, രോഹിത് ശർമ്മയാണോ ഉത്തരം? ഏതാ ഉത്തരം? ഋഷഭ് പന്താണ് അല്ലേ? ഋഷഭ് പന്താണ് ഉത്തരം കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് 2024 നവംബറിൽ ആഘോഷിച്ചത്? കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവാം കേട്ടോ. ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് പിടിച്ചെടുക്കാവുന്നത് തന്നെയുള്ളൂ കറണ്ട് അഫയേഴ്സ്. GK ആണെങ്കിലും അതെ, LGS LDC ലെവലിലുള്ള GK നോക്കിയാൽ മതി. അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ സബ്ജക്റ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ലിസ്റ്റിൽ വരില്ല കേട്ടോ. സബ്ജക്റ്റ് മാത്രം കൊണ്ട് നമുക്കൊരിക്കലും ലിസ്റ്റിൽ വരാൻ പറ്റില്ല. എല്ലാ ഭാഗങ്ങളും ഒരേപോലെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം വാർഷികമാണ് 2024 നവംബറിൽ ആഘോഷിച്ചത്? 72, 73, 74, 75. ഏതാണ് ഉത്തരമായി വരുന്നത്? എഴുതിയിട്ടുണ്ടാവും അല്ലേ? 75 കേട്ടോ ഉത്തരം. അടുത്തത്, ഏത് രാജ്യത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി ആദരിച്ചത്? ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണോ, US ആണോ, UK ആണോ, റഷ്യ ആണോ? മാർട്ടിൻ ലൂതർ കിങ്ങിനെ ആലോചിച്ചാൽ മതി. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എവിടുത്തെ ആളായിരുന്നു? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? US കേട്ടോ. US എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അടുത്തത്, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. നവംബറിൽ കുറേ ഡേറ്റ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ജൂൺ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നന്നായി നോക്കുക. ജൂൺ തൊട്ടൊക്കെ എന്തായാലും കവർ ചെയ്ത് വരുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. നവംബർ 9, നവംബർ 15, നവംബർ 25, നവംബർ 10. ഏതാണ്? 44ാമത്തെ ചോദ്യമാണ്. നവംബർ 25 സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? അതെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുള്ളതാണ് നമ്മളെ CSEBക്ക്. ജനീവ, ഹേഗ്, നെയ്റോബി, പാരീസ്. എവിടെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ജനീവയാണോ, ഹേഗാണോ, നെയ്റോബിയാണോ, പാരീസ് ആണോ? ഹേഗാണ് കേട്ടോ ഉത്തരം. ഹേഗിലാണ്. ഇനി ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടി ആസ്ഥാനം UNEP എന്നാണ് പറയുക കേട്ടോ. UNEP എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം. ന്യൂയോർക്ക്, ജനീവ, നെയ്റോബി, പാരീസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യനാണ്. നെയ്റോബിയാണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. എവിടെയാണ്? നെയ്റോബി കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്നതാണ് ചോദ്യം. മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ, മുയൽ വളർത്തൽ. ഏതാണ് ഉത്തരം? കിട്ടിയിട്ടുണ്ടാവും. ക്യൂണി കൾച്ചർ, മുയൽ വളർത്തലാണ്. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഇപ്പോൾ പ്രഖ്യാപിച്ചു ഒരു വർഷത്തിന്. അതെന്നാണെന്നാണ് ഇപ്പോൾ അടുത്തുള്ള കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ പത്രത്തിൽ വന്ന വാർത്തയാണ്. കണ്ടു കാണും എല്ലാവരും അല്ലേ? അപ്പോൾ ഏതാ വർഷം? 2025 കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് അധികം ആ ഭാഗത്ത് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യം ഏതാണ്? അതിപ്പോൾ അടുത്ത അപ്ഡേഷനാണ്.
ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, ഇന്ത്യ, ചൈന, ഡെൻമാർക്ക്. ആരാണ് ആ സ്ഥാനം നേടിയെടുത്ത രാജ്യം? നമ്മുടെ രാജ്യം അല്ലേ, നമ്മളെ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയാണ് കേട്ടോ. അടുത്തത് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? സിംഗപ്പൂർ, UAE, ന്യൂഡൽഹി, ടോക്കിയോ. എഴുതിയിട്ടുണ്ടാവും അല്ലേ? സിംഗപ്പൂരാണ് കേട്ടോ, സിംഗപ്പൂരാണ് വേദി. ഓക്കെ, അതിലിപ്പോൾ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞു. മുട്ട ആരാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ചൈനയാണ്. നമ്മുടെ 2ാം സ്ഥാനം ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് മുട്ട ഉൽപ്പാദനത്തിൽ കേട്ടോ. 3ാം സ്ഥാനം അമേരിക്കയ്ക്കായിരുന്നു. ആദ്യം ചൈന, അമേരിക്ക, ഇന്ത്യ എന്നായിരുന്നു. ഇപ്പോൾ അതെങ്ങനെയായി? ചൈന, ഇന്ത്യ, അമേരിക്ക എന്നായിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കുക. പാല് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ വഴിയുണ്ട്, കാരണം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വർഗീസ് കുര്യൻ്റെ വിപ്ലവമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. മുട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കുറവാണ് സാധ്യത. എന്നാലും നമ്മൾ പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മാർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ശരിയായി, എത്ര തെറ്റ് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല അല്ലെ PSCയുടെ പോലെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മോക്ക് ടെസ്റ്റ് കാണുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പഠനം എങ്ങനെയാണ് പോണത്, ഞാൻ പഠിക്കുന്നത് കറക്റ്റാണോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു സീരീസായി കണ്ടക്ട് ചെയ്യാം. ഒരു 100 ക്വസ്റ്റ്യൻ, 160 ക്വസ്റ്റ്യൻ. ഇപ്പോൾ 50 ക്വസ്റ്റ്യനേ ഉള്ളൂ. വീഡിയോ ലെങ്ത്ത് കൂടുമ്പം നമ്മൾ തുടക്കക്കാരാണല്ലോ, അപ്പോൾ അത് കാരണമാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പം സപ്പോർട്ട് എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് 160 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.